ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണേ. മനീഷിനെ മഹേഷ് കൊണ്ടുപോയി ഒരു റൂമിലാക്കിയിട്ട് കെട്ടിയിട്ടിട്ടാണുള്ളത്, കസേരയിൽ കെട്ടിയിട്ടിട്ട്. അപ്പോൾ മനീഷിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മനീഷ് ചോദിക്കുകയാണ്, മേഘയുടെ ഗർഭത്തിന് ഉത്തരവാദിത്വവും എന്നെ ഇങ്ങനെ കെട്ടിയിട്ടതും തമ്മിൽ എന്ത് താരതമ്യമുള്ളത്? ഉണ്ടടാ, ഉണ്ട്. അതിൻ്റെ പിന്നിലുള്ള ഉത്തരവാദിത്തം, മേഘയുടെ ഗർഭത്തിന് ഉത്തരവാദി നീയാണെന്നുള്ള കാര്യം നീ പുറത്ത് ആരോടും പറയാൻ പാടില്ലല്ലോ. മഹേഷ് പറയാണ്, അതിനു വേണ്ടിയാണ് ഞാൻ നിന്നെ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ മനീഷ്, എടാ നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഇത് സിദ്ധു സാറിന് എത്ര വലിയ അപമാനമാണെന്ന് നിനക്കറിയോ? സിദ്ധു സാറിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം നടക്കണം. ഞാൻ അവിടെ ഇല്ലെങ്കിൽ സിദ്ധു സാറിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം നടക്കാൻ മേഘ അനുവദിക്കില്ല. എൻ്റെ ഈ കെട്ടങ്ങ് അഴിച്ചുവിടറാ, എനിക്ക് പോയി സത്യങ്ങളെല്ലാം പറയണം. നിന്നെ അങ്ങനെ കെട്ടഴിച്ചു വിടാൻ പറ്റില്ല. എടാ, എന്നെ അഴിച്ചുവിട്ടാൽ നിനക്ക് എന്താണ് പ്രശ്നം? എടാ, നിന്നെ അഴിച്ചുവിട്ടാൽ എൻ്റെ ജീവിതം നശിക്കാൻ പോകുന്നേ. നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പ്ലീസ് എന്നെ നീ ഒന്ന് അഴിച്ചുവിട് വേഗം. നിനക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. എടാ മനീഷേ, മേഘയുടെ ഗർഭത്തിന് ഉത്തരവാദി നീയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഘയെയും നിന്നെയും തമ്മിൽ അവർ ഒരുമിപ്പിക്കും. പിന്നെ ചന്ദ്രികയും സിദ്ധാർത്ഥും തമ്മിലുള്ള കല്യാണം നടക്കും. നല്ല കാര്യമല്ലേ? അത് നടന്നാൽ നിനക്കെന്താടാ കുഴപ്പം? മനീഷേ, നീ മേഘയെ സ്വന്തമാക്കുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ സിദ്ധാർത്ഥ് ചന്ദ്രികയെ സ്വന്തമാക്കാൻ പാടില്ല. എന്താടാ? എന്താ മനുഷ്യേ ഒന്നും അറിയാത്ത പോലെ? എടാ, ചന്ദ്രിക എൻ്റെ ഭാര്യ. എൻ്റെ ഭാര്യയെ മറ്റൊരുത്തൻ കല്യാണം കഴിച്ചു കൊണ്ടുപോകുമ്പോൾ ഞാൻ ചുമ്മാ നോക്കിയിരിക്കണം എന്നാണോ നീ പറയുന്നത്? ചന്ദ്രികയുടെ കൂടെ ജീവിച്ച് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തവനാ. ഇടയ്ക്ക് ചെറിയ തെറ്റുകളൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് കരുതി അവൾ എന്നെ ഒഴിവാക്കിയിട്ട് അവൾ ആ സിദ്ധുവിനെ കല്യാണം കഴിക്കുമോ? അതിന് ഞാൻ സമ്മതിക്കുമോ? എടാ, നീ കൂടെ നിന്ന് ചതിക്കുവാണോ? നീ ഇത്രയ്ക്ക് വൃത്തികെട്ടവനായിരുന്നു അല്ലേ? ആയിക്കോട്ടെ, ഞാൻ ചതിക്കുന്നവൻ തന്നെ ആയിക്കോട്ടെ. എടാ, ചന്ദ്രിക നാട്ടിൽ ഒരു ചെറ്റക്കുടിലിൽ ജീവിച്ച് നിന്നവളാ. അതുകൊണ്ടാണ് ഞാൻ അവളെ ഉപേക്ഷിച്ച് വേറൊരുത്തിയുടെ കൂടെ പോയത്. പക്ഷേ ഇന്നോ അവൾക്കാണെങ്കിൽ കോടിക്കണക്കിന് സ്വത്താണ് ഉള്ളത്. ഞാൻ അവളുടെ കൂടെ ചേർന്നാൽ ജീവിതകാലം മുഴുവൻ അധ്വാനിക്കാതെ കാലും കയറ്റി വെച്ച് സുഖമായിട്ട് ജീവിക്കൂടാ. ആ സിദ്ധാർത്ഥ് ചന്ദ്രികയെ വിട്ട് പോയാൽ എൻ്റെ റൂട്ട് പിന്നെ ക്ലിയർ ആവും. ചന്ദ്രികയുടെ കൈയും കാലും പിടിച്ചിട്ടാണെങ്കിലും ഞാൻ അവളുടെ കൂടെ കൂടും. അതിനുശേഷം ഞാൻ രാജാവിനെ പോലെ അടിച്ച് പൊളിച്ച് ജീവിക്കും. നീ ചന്ദ്രികയോട് ചെയ്ത ദ്രോഹമൊക്കെ മറന്നിട്ട് അവർ നിന്നെ സ്വീകരിക്കും എന്ന് നീ കരുതുന്നുണ്ടോ? ഒരിക്കലും അവർ നിന്നെ അംഗീകരിക്കില്ല. നീ അവരോട് കുറേ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പം നീ നല്ലവനായി എന്ന് സിദ്ധു സാറ് വിശ്വസിച്ചിരിക്കുക. ആ വിശ്വാസം നീ ഇല്ലാതാക്കരുത്. നീ വേഗം വന്ന് എന്നെ ഒന്ന് അഴിച്ചുവിട്ടേ. എനിക്ക് എല്ലാ സത്യങ്ങളും പോയി പറയണം. സിദ്ധു സാറിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം നല്ല പോലെ നടത്തണം. എന്തിനാ? എടാ, നീ എന്നെ നോക്ക്. ഞാനിവിടെ ചന്ദ്രികയുടെ കൂടെ ജീവിക്കാൻ സ്വപ്നം കണ്ട് നടക്കുന്നവനാ. അതിനിടക്ക് നിനക്ക് ചന്ദ്രികയെയും സിദ്ധുവിനെയും ഒരുമിപ്പിക്കണം അല്ലേ? അങ്ങനെ എന്തെങ്കിലും നടന്നാലുണ്ടല്ലോ, ഞാൻ ആദ്യം സിദ്ധുവിനെ ആയിരിക്കില്ല വെട്ടുന്നത്, നിന്നെ ആയിരിക്കും. ദേ നോക്ക്, മേഘയുടെ ഗർഭത്തിന് ഉത്തരവാദി ഇവിടെ എനിക്കും നിനക്കും അല്ലാതെ മറ്റാർക്കും അറിയാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്നു കഴിഞ്ഞാൽ മേഘ തന്നെ ചന്ദ്രികയെയും സിദ്ധുവിനെയും അകറ്റിക്കൊള്ളും. അതിനുശേഷം ഞാൻ തന്നെ ചന്ദ്രികയുടെ മനസ്സ് മാറ്റിയിട്ട് എങ്ങനെയെങ്കിലും അവളുമായിട്ട് ഒന്നിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത് വരെ വായടച്ച് മിണ്ടാതെ എവിടെ ഇരുന്നോളണം. നോക്ക്, ഞാൻ പറയുന്നത് പോലെ കേട്ട് കഴിഞ്ഞാൽ നിനക്ക് കൃത്യസമയത്ത് എല്ലാം കിട്ടും. ഇല്ലെങ്കിലുണ്ടല്ലോ, നിന്നെ പട്ടിണിക്കിട്ട് കൊന്നുകളയും ഞാൻ. മനസ്സിലായോ എന്ന് ചോദിച്ച് മനീഷിൻ്റെ തല അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇട്ട് കറക്കുകയാണ്. എടാ മഹേഷേ, നീ എന്നെ ഒന്ന് അഴിച്ചുവിട്. വായടച്ച് അടങ്ങിയിരിക്കടാ അവിടെ. ഇപ്പം എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, ഞാൻ പോവാ. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നോണം. മഹേഷ് എന്നെ ഒന്ന് അഴിച്ചു വിടറാ. എടാ, എന്നെ അഴിച്ചുവിടാൻ. ഈ ചെയ്യുന്നത് വലിയ തെറ്റാ. എന്നെ അഴിച്ചുവിടാൻ. സിദ്ധു സാറിൻ്റെയും ചന്ദ്രികയുടെയും വിവാഹം മുടക്കരുത്. വലിയ പാവാടാ, എന്നെ ഒന്ന് അഴിച്ചുവിട്. മഹേഷേ, എന്നെ ഒന്ന് അഴിച്ചുവിടറാ. എന്നെ കാണിക്കുന്നത് ചന്ദ്രികയുടെ വീട്ടിൽ ലക്ഷ്മി പൂജാമുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാരതി അവിടെ ഫോൺ കൊണ്ട് വന്നിട്ട് പറയാണ്, അമ്മായി, UK നിന്നും പാർവതി ആൻറ്റി വിളിക്കുന്നുണ്ട്. പാർവതിയോ? ഹലോ, പാർവതി, സുഖമാണോ നിനക്ക്? സുഖമായിരിക്കുന്നു ലക്ഷ്മി. അവിടെ എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും സുഖമായിരിക്കുന്നു. സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണത്തിന് എന്നാണ് നീ UK നിന്നും വരാൻ പോകുന്നത്?
ടിക്കറ്റൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ കല്യാണത്തിന് വരണോ വേണ്ടയോ എന്ന് ആലോചിക്കുക. ലക്ഷ്മി വല്ലാതായി കേട്ടിട്ട്. കല്യാണത്തിന് വരണമെന്ന് ആലോചിക്കുന്നോ? എന്താ പാർവതി ഈ പറയുന്നത്? കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് വരണമെന്ന് നിൻ്റെ ഹസ്ബൻഡ് തന്നെയാണല്ലോ വരണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അന്ന് പറഞ്ഞത് ശരിയാ, പക്ഷേ ഇപ്പോൾ വരണമെന്ന് ആലോചിക്കുക. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, ഇവിടെ ഒരു പ്രശ്നവുമില്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് പ്രശ്നമെന്ന് പറയും, എന്നാലല്ലേ എനിക്ക് മനസ്സിലാവൂ. മേഘ സിദ്ധുവിനെതിരെ റേപ്പ് കേസ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഈ കല്യാണത്തിന് പോകണമെന്ന് എൻ്റെ ഹസ്ബൻഡ് ചോദിക്കുക. സിദ്ധു ഒരു തെറ്റും ചെയ്തിട്ടില്ല പാർവതി. മേഘ പറഞ്ഞത് എല്ലാം നുണയാ. സിദ്ധാർത്ഥ് ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. പക്ഷേ അത് തെളിയിക്കണ്ടേ? എന്നാലല്ലേ മേഘ പറഞ്ഞത് കള്ളാണെന്ന് തെളിയിക്കാൻ പറ്റൂ. അപ്പോൾ നിങ്ങളാരും കല്യാണത്തിന് വരില്ല അല്ലേ? അങ്ങനെയല്ലേ? സോറി ലക്ഷ്മി, എൻ്റെ ഹസ്ബൻഡ് കല്യാണത്തിന് വരണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് എനിക്ക് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞ്. ശരി എന്ന് പറഞ്ഞ് ലക്ഷ്മി ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ ആരതി അടുത്ത് ചോദിക്കുകയാണ്, അമ്മായി. അപ്പോൾ മഹേന്ദ്ര സാർ വന്നിട്ട്, എന്താ ലക്ഷ്മി നീ ആരോടാ ശരി എന്നൊക്കെ പറഞ്ഞ് സൈലൻ്റായിട്ട് സംസാരിക്കുന്നേ? ഒന്നുമില്ല ഏട്ടാ, ലണ്ടനിൽ നിന്ന് പാർവതിയെ വിളിച്ചത്. സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് വരാമെന്ന് ഉറപ്പ് പറഞ്ഞതാ. എന്നാൽ ഇപ്പോൾ അവർ വരാൻ പറ്റില്ല എന്ന് പറയുന്നു. എന്ത് പറ്റി? സിദ്ധുവിനെതിരെ മേഘ റേപ്പ് കേസ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് എങ്ങനെ കല്യാണത്തിന് വരും എന്നാണ് അവർ ചോദിക്കുന്നത്. മഹേന്ദ്രൻ ടെൻഷനോടെ പറയാണ്, ഇവർക്കെല്ലാം എന്താ പ്രശ്നം? കല്യാണം കഴിക്കാൻ പോകുന്ന ചന്ദ്രികയ്ക്ക് ഒരു ടെൻഷനുമില്ല. ഇവരൊക്കെ എന്തുകൊണ്ടാണ് കല്യാണത്തിന് വരില്ല എന്ന് പറയുന്നത് എന്ന് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാനിപ്പോൾ ഒരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്തിട്ട് വരിക. ഇങ്ങോട്ട് വരുന്ന വഴിയിൽ 2 പേര് സിദ്ധുവിൻ്റെ പേരിൽ കേസുണ്ടല്ലോ, പിന്നെ എന്തിനാണ് കല്യാണം നടത്തുന്നത് എന്ന് ചോദിച്ചു. ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം നടത്തിയാൽ പോരെ എന്നാണ് അവർ ചോദിക്കുന്നത്. എന്നിട്ട് അവരുടെ വഴക്കുണ്ടാക്കിയിട്ടാണ് വരുന്നത്. നമ്മളെ ബന്ധുക്കളാരും കല്യാണത്തിന് വന്നില്ലെങ്കിൽ പിന്നെ മണ്ഡപത്തിൽ ആരും കല്യാണത്തിന് കാണില്ലല്ലോ ഏട്ടാ. അതെ ലക്ഷ്മി, ബന്ധുക്കളും ഫ്രണ്ട്സും ഒന്നുമില്ലാതെ പിന്നെ എങ്ങനെയാണ് കല്യാണം നടത്തുക? ഈ സമയത്ത് ഇങ്ങനെ ചെയ്തത് എന്തിനാണെന്ന് മനസ്സിലാവുന്നേയില്ല. ആരും വന്നില്ലെങ്കിൽ നമുക്ക് തൽക്കാലം കല്യാണം മാറ്റിവെച്ചാലോ? നീ പറഞ്ഞതും ശരി തന്നെയാണ്. ആരും ഇല്ലാതെ കല്യാണം നടത്തുന്നത് ഭയങ്കര അപമാനം തന്നെയാണ്. നമുക്ക് ഈ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം എല്ലാവരെയും വിളിച്ച് കല്യാണം നടത്താം. സിദ്ധുവിനും ചന്ദ്രികയ്ക്കും വലിയ സങ്കടമായി. അങ്ങനെയുള്ളപ്പോൾ എന്തിനാ ഇപ്പോൾ കല്യാണം? അപ്പോൾ ജാനകി, ഏട്ടാ ഞാൻ പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. മേഘ പറയുന്നത് കേട്ട് കല്യാണം വെറുതെ നീട്ടിവെക്കണ്ട. കല്യാണ നിശ്ചയം വിചാരിച്ച തീയതി തന്നെ നടക്കട്ടെ. മുത്തശ്ശൻ വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ എല്ലാവരും കൂടി നിന്നിട്ട് എന്തോ സീരിയസ് ആയിട്ട് സംസാരിക്കുകയാണല്ലോ? എന്താ മഹേന്ദ്ര, എന്താ സംസാരിക്കുന്നേ? ഒന്നുമില്ല, സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണത്തിന് എല്ലാവർക്കും ക്ഷണക്കത്ത് കൊടുത്തു. ഇതിൽ ചിലരൊക്കെ ഫോൺ ചെയ്ത് കല്യാണത്തിന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ സിദ്ധുവിൻ്റെ പേരിൽ മേഘ കേസ് കൊടുത്തിരിക്കുന്നു, അപ്പോൾ അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചാൽ പോരെ എന്നാണ് പറയുന്നത്. എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല അച്ഛാ. സ്വന്തക്കാരും ബന്ധുക്കാരും ഫ്രണ്ട്സും ഒന്നും വരാതെ എങ്ങനെയാണ് സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം നടത്തുക എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോഴേക്കും ചന്ദ്രികയും സിദ്ധുവും അവിടെ എത്തി. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, ഇതാ നോക്ക്, കല്യാണക്കുറി കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മളെ കുട്ടികളുടെ കല്യാണത്തിന് വരുന്നതും വരാതിരിക്കുന്നതും അവരുടെ ഇഷ്ടമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം കുറിച്ച തീയതിയിൽ തന്നെ നടക്കണം. ആര് വന്നാലും വന്നില്ലെങ്കിലും എനിക്ക് ഒരു വിഷമവും ഇല്ല. യാതൊരു കാരണവശാലും ഇവരുടെ കല്യാണം മാറ്റിവെക്കാൻ പാടില്ല. അത് പിന്നെ കല്യാണത്തിന് ആരും വരില്ലല്ലോ അച്ഛാ. ചന്ദ്രികയെ, സിദ്ധുവിൻ്റെ പേരിൽ മേഘ റേപ്പ് കേസ് കൊടുത്തതുകൊണ്ട് നിനക്ക് സിദ്ധുവിനെ വിവാഹം കഴിക്കാൻ താല്പര്യക്കുറവ് എന്തെങ്കിലും ഉണ്ടോ? ചന്ദ്രിക അപ്പം തന്നെ പറയാണ്, അയ്യോ അങ്ങനെയൊന്നുമില്ല മുത്തശ്ശ. സിദ്ധു സാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ വിവാഹം കഴിക്കുന്നതിൽ എനിക്ക് ഒരു എതിർപ്പും ഇല്ല. എന്നിട്ട് മുത്തശ്ശൻ സിദ്ധുവിനോട് ചോദിക്കുകയാണ്, സിദ്ധു നിനക്ക് ചന്ദ്രികയെ വിവാഹം കഴിക്കുന്നതിൽ എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഇല്ല മുത്തശ്ശ, എനിക്ക് ഒരു കുഴപ്പമില്ല. മുത്തശ്ശൻ മഹേന്ദ്രനോട് പറയാണ്, കണ്ടില്ലേ മോനെ, പെണ്ണിനും ചെക്കനും ഒരു കുഴപ്പമില്ല, അവർക്ക് തമ്മിൽ ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? ആർക്ക് വേണ്ടിയാണെങ്കിലും എന്തിനു വേണ്ടിയാണെങ്കിലും ഈ വിവാഹം മാറ്റിവെക്കരുത്. വിവാഹം നടന്നിരിക്കണം, അതെൻ്റെ ഉറച്ച തീരുമാനമാണ്. ആരും എതിർക്കാൻ പാടില്ല. എല്ലാവരും പോയി കല്യാണത്തിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യാൻ നോക്ക്. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായല്ലോ? അതൊക്കെ പറയുന്നത് കേട്ട് ചന്ദ്രിക സിദ്ധുവിനെയും സിദ്ധു ചന്ദ്രികയെയും നോക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് മേഘയാണ്. മേഘ വീട് പൂട്ടി ഇറങ്ങുകയാണ്. അപ്പോഴാണ് ചന്ദ്രിക മേഘയുടെ മേഘയുടെ അടുത്തേക്ക് പോകുന്നത്. മേഘ, എനിക്ക് കുറച്ച് സംസാരിക്കണം. പറ. നിൻ്റെ ഇപ്പോഴത്തെ ഈ സ്ഥിതിയിൽ എനിക്ക് വിഷമമുണ്ട്. ഈ അവസ്ഥയിൽ നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഉറപ്പായിട്ടും എന്നോട് ചോദിക്കണം. എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ സിദ്ധു സാറല്ലെന്ന് അദ്ദേഹം ആണയിട്ട് പറയുന്നു.
ഒരു പെണ്ണിനെ ചതിക്കാൻ മാത്രം നീചനായ ഒരാളല്ല സിദ്ധു സാറ്. ഇത് നിനക്കും അറിവുള്ളതാണല്ലോ. ഇങ്ങനെയുള്ള ഒരാളുടെ മേൽ ഇത്തരം കുറ്റങ്ങൾ ചുമത്തുന്നത് ഒരു തരത്തിലും ന്യായമല്ല. നീ പോലും അറിയാതെ ആരോ ഒരാൾ നിന്നെ ഈ അവസ്ഥയിൽ ആക്കിയതാണ്. ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യാം. എനിക്ക് സഹായം ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ക്യാരക്ടർ മോശമാവുന്ന രീതിയിലാണല്ലോ സംസാരിക്കുന്നത്. എൻ്റെ ഗർഭത്തിന് ആരാണ് ഉത്തരവാദിയെന്ന് എനിക്കറിയില്ലേ? ഉറപ്പായിട്ടും സിദ്ധു തന്നെയാ കാരണം. ഇല്ല മേഘ, എന്തോ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് സംസാരിക്കുന്നത്. അതല്ല സത്യം. അപ്പം മേഘ, ഏതാ സത്യം ഏതാ കളവ് എന്നെനിക്ക് നന്നായിട്ടറിയാം. പോവാൻ നോക്ക്. പ്ലീസ് മേഘ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഞാൻ നിന്നെ സഹായിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണോ? നീ എനിക്ക് ഒരു സഹായം മാത്രം ചെയ്തു തന്നാൽ മതി. പറയും മേഘ. സിദ്ധുവിനെ നീ കല്യാണം കഴിക്കരുത്. അതാണ് നീ എനിക്ക് ചെയ്യേണ്ട വലിയ സഹായം. മേഘ അവിടെ നിന്നും ചന്ദ്രികയെ ഗൗനിക്കാതെ പോയി കളഞ്ഞു. പിന്നെ ചന്ദ്രിക ക്ഷേത്രത്തിൽ വന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശ്വര, ഈ വീട്ടിലുള്ള എല്ലാവരും ഞങ്ങളുടെ കല്യാണം നടക്കാൻ വേണ്ടി നന്നായിട്ട് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ മേഘ അവളുടെ ഗർഭത്തിന് സിദ്ധു സാറാണ് കാരണം എന്ന് പറയാം. എന്നാൽ അവളുടെ ഗർഭത്തിന് കാരണക്കാരൻ സിദ്ധു സാറില്ലെന്ന് എങ്ങനെ തെളിയിക്കണം എന്നെനിക്കറിയില്ല. ഈശ്വര, നീ തന്നെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണം. ചന്ദ്രിക കരഞ്ഞുകൊണ്ട് മനസ്സുരുക്കി പ്രാർത്ഥിക്കുകയാണ്. ചന്ദ്രിക അവിടെ ഇരുന്ന് കരയാണ്. അപ്പോൾ സിദ്ധു കുറച്ചകലെ നിന്നും കാണാണ് ചന്ദ്രിക കരയുന്നത്. സിദ്ധു വന്നിട്ട് ചോദിക്കുകയാണ്, ചന്ദ്രികയെ എന്തിനാ ഇങ്ങനെ കരയുന്നേ? എന്ത് പറ്റി? കരയാതെ വേറെ എന്താ സാർ ചെയ്യുക? മേഘ നമ്മളെ കല്യാണം നടക്കാൻ പാടില്ല എന്ന് വാശി പിടിക്കുക. എന്നാൽ നമ്മുടെ വീട്ടുകാരെല്ലാവരും ഈ കല്യാണം നടന്നേ പറ്റൂ എന്ന് വാശി പിടിക്കുക. ഇത് എവിടെ പോയി അവസാനിക്കും എന്ന് പിടികിട്ടുന്നില്ല. മേഘയെ സഹായിക്കാം എന്ന് പറഞ്ഞ് ഞാൻ അവളുടെ അടുത്ത് ചെന്നിരുന്നു. അവൾ എൻ്റെ മുഖത്തടിക്കുന്നത് പോലെയാണ് സംസാരിച്ചത്. ചന്ദ്രികയെ, മേഘയ്ക്ക് ശരിക്കും നമ്മളെ കല്യാണം നടക്കാൻ പാടില്ല. അതാണ് അവളുടെ ലക്ഷ്യം. അവളുടെ ഗർഭത്തിന് കാരണം ആരായിരിക്കുമെന്ന് അവൾക്ക് നേരത്തെ തന്നെ അറിയായിരിക്കും. എന്നാലോ അതവൾ നമ്മളോട് മറക്കുക. ഉറങ്ങുന്നവരെ ഉണർത്താൻ പറ്റും, എന്നാൽ ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പറ്റില്ലെന്ന് പണ്ടൊരു പഴമൊഴിയില്ലേ? അതുപോലെയാ മേഘയും. ചന്ദ്രികയെ, എന്നായിരുന്നാലും ശരി, സത്യം ഒരു നാൾ പുറത്ത് വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒരു കാര്യവും മനസ്സിലിട്ടിങ്ങനെ കുഴപ്പിക്കാതെ സമാധാനമായിട്ടിരിക്കാൻ നോക്ക്. പിന്നെ കാണിക്കുന്നത് മേഘയുടെ ചന്ദ്രൻ അച്ഛനെയാണ്. അദ്ദേഹത്തിനടുത്ത് ഒരാൾ വന്നപ്പോൾ പറയാണ്, കുറച്ച് കഴിഞ്ഞ് പറയാം, ഇപ്പം പോയിക്കോളൂ. ഓക്കെ സാർ. പ്രധാന വാർത്തകൾ. പ്രശസ്ത പ്രമുഖ ബിസിനസ്സുകാരനായ മഹീന്ദ്രൻ സാറിൻ്റെ മരുമകനായ സിദ്ധാർത്ഥ് മഹീന്ദ്രൻ്റെ വളർത്തുമകളായ മേഘ എന്ന ആ സ്ത്രീയെ ബലാത്സംഗം ചെയ്തു എന്നും അതിനാൽ മേഘ 2 മാസം ഗർഭിണിയാണെന്നും മൊഴി നൽകിയിരിക്കുന്നു. അത് കേട്ട് ചിരിക്കുകയാണ് ചന്ദ്രൻ. ഈ അവസ്ഥയിൽ മഹീന്ദ്രൻ്റെ യഥാർത്ഥ അവകാശിയായ ചന്ദ്രികയ്ക്കും സിദ്ധുവിനും കല്യാണം നടത്താൻ പാടില്ല. ആ കല്യാണം നടത്താൻ വേണ്ടി മഹീന്ദ്രൻ്റെ കുടുംബം ശ്രമിച്ചതായും മേഘ കുറ്റം ചുമത്തിയിരിക്കുന്നു. കൂടാതെ തൻ്റെ ഗർഭത്തിന് കാരണക്കാരനായ സിദ്ധാർത്ഥ് തന്നെ വിവാഹം കഴിക്കണം എന്നും അവർ പറയുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിന് തക്കതായ ശിക്ഷ കൊടുക്കണം എന്നും മേഘ പോരാടിക്കൊണ്ടിരിക്കുന്നു. ഉദരത്തിൽ ഒരു കുഞ്ഞുമായി ന്യായത്തിന് വേണ്ടി പോരാടുന്ന മേഘയെ നീതി കിട്ടും വരെ അവർ പോരാടിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. ന്യൂസ് കാണുമ്പോഴേക്കും മേഘ അവിടെ എത്തി. അച്ഛാ, വാ മോളെ മേഘയോ, ഇരിക്കേ. മോളെ, ന്യൂസ് കണ്ടില്ലേ? നീ മീഡിയയ്ക്ക് കൊടുത്ത വാക്കുകളാണ് എല്ലാത്തിലും പ്രധാനം. മേഘയും അത് കാണാണ്. സിദ്ധുവിൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിൽ വളരുക. അതുകൊണ്ട് എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെയും എൻ്റെയും ഉത്തരവാദിത്തം സിദ്ധു ഏറ്റെടുക്കണം. അച്ഛാ, ഇതെല്ലാം അച്ഛൻ തന്ന ഐഡിയ. നന്നായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട്. എല്ലാവരും എന്നെ വിളിച്ചിട്ട് സിദ്ധാർത്ഥിനെ വെറുതെ വിടരുത്, ഞങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഉണ്ട് എന്ന് പറയാം. മേഘ, സ്ത്രീകൾക്കൊരു പ്രശ്നം വന്നാൽ പിന്നെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവും. സിദ്ധാർത്ഥിന് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം അവന് വേറെ വഴിയില്ല. അവന് നിന്നെ കല്യാണം കഴിച്ചേ പറ്റൂ. എന്നിട്ടും സിദ്ധു എന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താ അച്ഛ ചെയ്യുക? അങ്ങനെ അവൻ പറയുകയാണെങ്കിൽ അവൻ ജയിലിലേക്ക് തന്നെ പോകും മോളെ. അത് മാത്രമല്ല, നീ ചോദിക്കുന്ന നഷ്ടപരിഹാരം നിനക്കവർ തന്നേ പറ്റൂ. നഷ്ടപരിഹാരമായി അവരുടെ സ്വത്ത് മുഴുവൻ ചോദിച്ചാൽ അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക? സിദ്ധു ജയിലിലേക്ക് പോകാതിരിക്കണമെങ്കിൽ അവരുടെ സ്വത്തെല്ലാം നിന്റെ പേരിൽ എഴുതി വെച്ചേ മതിയാവും. അവന് നിന്നെ സ്വീകരിച്ചേ മതിയാവും. അപ്പോൾ അത് കേട്ടപ്പോൾ മേഘ പകുതി സന്തോഷത്തിലും പകുതി വിഷമത്തിലുമാണുള്ളത്. ശരിയായ ഒരു തീരുമാനത്തിലെത്താൻ മേഘയ്ക്ക് കഴിയുന്നില്ല. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്തതായി കാണിക്കുന്നത്
മനീഷ് കസേരയിൽ നിന്നും എങ്ങനെയോ എണീറ്റു. അതിനുശേഷം കൈയൊക്കെ പുറകെ വശത്ത് കെട്ടിയിട്ടാണുള്ളത്. കാല് വെച്ച് മഹേഷിനെ ചവിട്ടി താഴെയിടുകയാണ്. വീണ്ടും വീണ്ടും മഹേഷിനെ ചവിട്ടി താഴ്ത്തുകയാണ്. അപ്പോൾ അതിനുശേഷം കാണിക്കുന്നത് സിദ്ധു ചന്ദ്രികയോട് പറയാണ്, ഈ കല്യാണം നടക്കില്ലെന്ന് നീ കരുതുന്നുണ്ടോ? എന്നാൽ ഈ കല്യാണം നടന്നിരിക്കും. മേഘ എന്ത് ചെയ്യും എന്ന് നമുക്ക് കാണാം. സിദ്ധു അവിടെ നിന്നും ചന്ദനെടുത്ത് ചന്ദ്രികയുടെ നെറ്റിയിൽ തൊട്ടുകൊടുത്തു. അതിനുശേഷം അറിയാതെ ചന്ദ്രിക സിദ്ധുവിൻ്റെ മാറിൽ തലയും ചേർത്ത് കിടക്കുകയാണ്. ചന്ദ്രികയ്ക്ക് അതിൽ അല്പം ആശ്വാസം തോന്നി. ചന്ദ്രിക വിഷമത്തോടെയും സന്തോഷത്തോടെയും സിദ്ധുവിനെ നോക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. സീ യു ഓൾ.